Hey everyone, welcome back to the channel. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആസ് എ സ്റ്റുഡൻറ്റ്, ഞാനൊരു സ്റ്റുഡൻ്റ് ആണ്. ആസ് എ സ്റ്റുഡൻറ്റ് നമുക്ക് എങ്ങനെ ഒരു സൈഡ് ഹസിൽ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സ്റ്റുഡൻറ്റിന് പോക്കറ്റ് മണിൻ്റെ ആവശ്യം എന്താണെന്നുള്ളത്. സോ ഇന്ന് ഈ വീഡിയോ പറയാൻ പോകുന്നത് AI ഹെൽപ്പോട് കൂടി ചെയ്യാൻ പറ്റുന്ന സൈഡ് ഹസിലാണ്. ആസ് എ ഹ്യൂമൻ നമ്മളൊരു സൈഡ് ഹസിൽ ചെയ്യുമ്പോൾ ഹ്യൂമൻ എഫേർട്ടിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് നമുക്ക് ഇത്ര ലിമിറ്റ് വരെ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു AI ഹെൽപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടും അത് സ്കെയിലപ്പ് ചെയ്യാനും പറ്റും. ഓക്കെ, ഞാനൊരു സ്റ്റുഡൻ്റ് ആയിട്ട് പറയുന്നതല്ല, നമുക്കറിയാം. ആസ് എ സ്റ്റുഡൻറ്റ് നമുക്ക് ഫിനാൻഷ്യലി ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള സൈഡ് ഹസിൽ എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും, ബട്ട് ഫിനാൻഷ്യൽ അല്ല. നമ്മൾ ടൈമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും, നമ്മൾ ഹാർഡ് വർക്ക്, നമ്മൾ എഫേർട്ട് അതെല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സൈഡ് ഹസിൽ. അതാണ് ഞാൻ ഈ വീഡിയോ പറയാൻ പോകുന്നത്. 5 സൈഡ് ഹസിലാണ് ഈ വീഡിയോ മെൻഷൻ ചെയ്യുന്നത്. അതായത് AI ഹെൽപ്പോട് കൂടി ചെയ്യുന്ന ഒരു 5 സൈഡ് ഹസിൽ. ഈ ഒരു 5 സൈഡ് ഹസിലിൻ്റെ ബ്രീഫ് എക്സ്പ്ലനേഷൻ മാത്രമേ ഞാൻ ഈ വീഡിയോ പറയുന്നുള്ളൂ. സോ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തോന്നുന്ന, അല്ലെങ്കിൽ നിങ്ങൾ പാഷനായിട്ട് ചെയ്യണമെന്നല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ എക്സൈറ്റ്മെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഏത് സൈഡ് ഹസിലാണത്. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പറഞ്ഞു തരുന്നത്. സോ ഫസ്റ്റ് വൺ, കോണ്ടന്റ് ക്രിയേഷൻ വിത്ത് AI. നമുക്ക് എല്ലാവർക്കും അറിയാം, കോണ്ടന്റ് ക്രിയേഷൻ്റെ ബൂമിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര സംഭവമാണ്. അതായത് ഒരാൾ ഒരു കോണ്ടന്റ് ക്രിയേഷനിൽ കുറച്ച് എക്സ്പീരിയൻസ് ആണെങ്കിൽ അയാൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല. ആസ് എ ഫ്രീലാൻസർ ആയിട്ടും ചെയ്യാം, ആസ് എ പേഴ്സണൽ ബ്രാൻഡ് എന്ന രീതിയിലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ബട്ട് നമ്മൾ മാനുവലി ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ചെയ്യുമ്പോൾ അത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിരിക്കും. ദാറ്റ്സ് വേർ AI tools like ChatGPT, Jasper.ai and Copy.ai can come in. കോണ്ടന്റ് ക്രിയേഷനിൽ മെയിനായിട്ട് വരുന്നതാണ് ബ്ലോഗ് പോസ്റ്റ്, അതേപോലെ സോഷ്യൽ മീഡിയ പോസ്റ്റ്. അപ്പോൾ യൂട്യൂബ് എല്ലാം അറിയാം നമുക്ക്. അപ്പോൾ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ക്യാപ്ഷൻ റൈറ്റിങ്, ബ്ലോഗ് പോസ്റ്റിൽ കോണ്ടന്റ് റൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ റൈറ്റിങ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഫോർ എക്സാമ്പിൾ ChatGPT വെച്ച് ചെയ്യാൻ പറ്റും. അതേപോലെ ബ്രെയിൻ സ്റ്റോം ആയിട്ടുള്ള ഐഡിയാസ്, അതേപോലെ സിമ്പിൾ ടാസ്ക് ഉണ്ടാവും. അതായത് റിപ്പീറ്റേറ്റീവ് റിപ്ലൈസ്, കോമൻസിന് വരുന്ന റിപ്ലൈ കൊടുക്കുക, അതൊക്കെ നമുക്ക് ChatGPT വെച്ചിട്ട് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ അതായത് നമുക്കൊരു ബ്ലോഗ് പോസ്റ്റിന് റൈറ്റ് വേണം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ക്യാപ്ഷൻ വേണം. ഒരു പണിയുമില്ല, ജസ്റ്റ് ChatGPT പോവുക, ഒരു പ്രോംപ്റ്റ് കൊടുക്കുക, ഡ്രാഫ്റ്റ് ചെയ്യുക, വിത്ത് മിനിറ്റ്സ് നമുക്ക് സാധനം കിട്ടും. അതേപോലെ ബെസ്റ്റ് കീവേഡ്സ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, SEO റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ക്ലിയർ സ്കോപ്പ് ഓർ സെർഫർ SEO സിമിലർ ടു ChatGPT, സിമിലർ ടു Jasper.ai ആൻഡ് Copy.ai. പിന്നെ ട്യൂട്ടറിങ് ആൻഡ് കോഴ്സ് ക്രിയേഷൻ. അതായത് നമ്മളെ കയ്യിലൊരു സ്കില്ല്, അല്ലെങ്കിൽ നമ്മളെ കയ്യിലൊരു ടോപ്പിക് ഉണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് അതിന് വേണ്ട കോണ്ടന്റ്സ് എന്തെല്ലാം ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് ക്വിസസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതേപോലെ സ്റ്റഡി ഗൈഡ്സ്, ഇതെല്ലാം നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതേപോലെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, അതിൽ വേണ്ട പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ, റിവ്യൂസ്, കോൾ ടു ആക്ഷൻ കോണ്ടന്റ്, പ്രൊമോട്ടിംഗ് ഓഫ് പ്രൊഡക്ട്സ് ക്യാൻ മേക്ക് ഈസിയർ വിച്ച് വിൽ ഇൻക്രീസ് അഫിലിയേറ്റ് സെയിൽസ്. അതേപോലെ ബിസിനസ് സപ്പോർട്ട്, അതായത് 24/7 സപ്പോർട്ട് ത്രൂ ചാറ്റ് ബോട്ട്സ്, അങ്ങനെ കുറച്ച് ചെയ്യാൻ പറ്റും. അതായത് സിമ്പിൾ ടാസ്കിലുണ്ടാവും. പിന്നെ അതേപോലെ ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും, ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇതിൽ നിന്ന് എങ്ങനെ നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യാന്ന് എങ്ങനെയാ പറയുന്നത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഫസ്റ്റ് എന്നുള്ളത്, നമ്മൾ ഈ കോണ്ടന്റ് ക്രിയേഷൻ ഈ സർവീസ് ഉണ്ടാവില്ലേ, ഇത് സെൽ ചെയ്യാം. അതായത് ഈ സർവീസ് സെൽ ചെയ്യാം. അതായത് ഫ്രീലാൻസിങ് പ്ലാറ്റ്ഫോംസ് ലൈക്ക് ഫൈവർ ഓർ അപ്വർക്ക്, ഇങ്ങനത്തെ കുറേ പ്ലാറ്റ്ഫോം ഉണ്ട്. ഫ്രീലാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോം ഉണ്ട്, അതേപോലെ ഫൈവർ ഉണ്ട്, അതേപോലെ അപ്വർക്ക് ഉണ്ട്. ഇതെല്ലാം നമുക്ക് കോണ്ടന്റ് ക്രിയേഷനുള്ള സർവീസ് തന്നെ സെൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒന്നുണ്ട്. പിന്നെ ഉള്ളത്, നമ്മുടെ നാട്ടിൽ തന്നെ ചെറിയ ചെറിയ ബിസിനസ് ഉണ്ടാവും. അവരുടെ എല്ലാം സോഷ്യൽ മീഡിയ, അതേപോലെ വെബ്സൈറ്റിലെ കോണ്ടന്റ്സ്, ബ്ലോഗ്സ്, അതിലേക്കെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് അവർക്കൊരു സർവീസ് കൊടുക്കാം. അതിലേക്ക് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്നുമില്ല, ChatGPT-യിലാണെങ്കിലോ Jasper.ai-യിലാണെങ്കിലും ഏതിലാണെങ്കിലും നമ്മൾ ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് കൊടുക്കുക, അതിനനുസരിച്ചുള്ള കോണ്ടന്റ് തരും, അത് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യും. പിന്നെ മൂന്നാമത്തെ വഴി എന്ന് പറയുന്നത്,
നമ്മളൊരു സോഷ്യൽ മീഡിയ അഡിക്റ്റ് അല്ല, നമുക്കൊരു സോഷ്യൽ മീഡിയ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് യൂസ് ചെയ്യാൻ, നല്ല എൻഗേജ്മെൻറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമുക്ക് തന്നെ ഒരു സ്വന്തമായിട്ടൊരു പ്ലാറ്റ്ഫോം, സ്വന്തമായിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഒരു പേഴ്സണൽ ബ്രാൻഡ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു നീഷ ചൂസ് ചെയ്തിട്ട് നമുക്ക് തന്നെ കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഓട്ടോമേറ്റ് ആയിട്ട് ക്യാപ്ഷൻ ക്രിയേറ്റ് ചെയ്യുക, ബ്ലോഗ് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, എന്താണെങ്കിലും ChatGPT യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ സൈഡ് ഹസിൽ എന്ന് പറഞ്ഞാൽ AI driven e-commerce support. We know that nowadays e-commerce is booming, and with AI you can tap into this market even if you don't have an online store. ഒരു AI-ൻ്റെ പേഴ്സ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ, അതായത് AI-ക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന 2 രീതിയാണ് ഇതിൽ മെയിനായിട്ട് ഇ-കൊമേഴ്സ് സെക്ടറിൽ വരുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് റിസർച്ച്, അതായത് പിന്നെ AI ടൂൾസ് ലൈക്ക് NicheScraper and Tidio. പിന്നെ ഇത് മാർക്കറ്റ് അനലൈസ് ചെയ്യും, അതായത് മാർക്കറ്റിൻ്റെ ട്രെൻഡ് അനലൈസ് ചെയ്യും, എന്നിട്ട് ഹൈ ഡിമാൻഡ് പ്രൊഡക്ട്സ് ഏതെല്ലാം നമുക്ക് ഫൈൻഡ് ചെയ്ത് തരും. ഇതുവഴി നമുക്ക് ഡ്രോപ്പ് ഷിപ്പിങ്ങിൽ ഏത് പ്രൊഡക്റ്റാണ് സെല് ചെയ്യേണ്ടതെന്നുള്ളത്, സെല് ചെയ്യേണ്ട പ്രൊഡക്റ്റ് നമുക്ക് AI തന്നെ കാണിച്ചു തരും. പിന്നെ AI-യുടെ ഹെൽപ്പ്, അതായത് രണ്ടാമത്തെ AI-യുടെ ഹെൽപ്പ്, AI-ക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ ഹെൽപ്പ് എന്ന് പറയുന്നത് കസ്റ്റമർ സപ്പോർട്ട് ഓട്ടോമേഷൻ. അതായത് നമുക്ക് ചാറ്റ് ബോട്ട്സ് ക്രിയേറ്റ് ചെയ്യാം, അതായത് പ്ലാറ്റ്ഫോംസിലേക്ക് Tidio ഓർ ManyChat. പിന്നെ കോമൺ കസ്റ്റമർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതായത് പ്രൈസ് എത്രയാണ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അതിനെല്ലാം കോമൺ ആയിട്ടുള്ള ആൻസർ ആയിരിക്കും. സോ നമ്മൾ ചിലപ്പം പഠിക്കുന്ന, ഇപ്പം ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവ് പറഞ്ഞാൽ ഞാനൊരു സ്റ്റുഡൻ്റാണ്, അപ്പം വേറൊരാൾ, അതായത് വർക്ക് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ഇവർക്ക് ആ ടൈമിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ നോക്കും ChatGPT വെച്ച് ചാറ്റ് ബോട്ട് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും, ലൈക്ക് Tidio ഓർ ManyChat ഈ ടൂൾ യൂസ് ചെയ്തിട്ട്, AI ടൂൾ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കോമൺ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ആൻസർ ചെയ്യും. ഓക്കെ. പിന്നെ ഈ ഒരു സൈഡ് ഹസിൽ എങ്ങനെ ഇൻകം ജനറേറ്റ് ചെയ്യാന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ, നമ്മളൊരു ഓൺലൈൻ സ്റ്റോർ ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ തന്നെ പ്രൊഡക്റ്റ്, ഞാൻ ഈ മോള് മെൻഷൻ ചെയ്ത ടൂൾ യൂസ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് റിസർച്ച് ചെയ്യുക. 24/7 കസ്റ്റമർ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് ചാറ്റ് ബോട്ടിങ് യൂസ് ചെയ്യാം. അതായത് ഞാൻ ഈ മോളിൽ മെൻഷൻ ചെയ്ത AI ടൂൾ യൂസ് ചെയ്തിട്ട് ഇതൊക്കെ ചെയ്യാം. പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീലാൻസ് ആയിട്ട് ഇതെല്ലാം ചെയ്ത് കൊടുക്കാം. അതായത് ഓൾറെഡി ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഉണ്ടാവും, അവർക്ക് പ്രൊഡക്റ്റ് റിസർച്ച് എന്ന് പറഞ്ഞിട്ടൊരു സെക്ടർ ഉണ്ടാവും. അവരുടെ കമ്പനി അല്ലെങ്കിൽ അവരുടെ ടീമിൽ പ്രൊഡക്റ്റ് റിസർച്ച് എന്ന് പറഞ്ഞിട്ടൊരു പിന്നെ ഒരു ടീം പൊസിഷൻ ഉണ്ടാവും, അതേപോലെ കസ്റ്റമർ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ 2 പൊസിഷനിലേക്ക് നമുക്ക് ഫ്രീലാൻസ് ആയിട്ട് നമുക്ക് അവിടെ വർക്ക് ചെയ്യാം. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇൻകം ജനറേറ്റ് ചെയ്യാം. ചെറിയ ചെറിയ കമ്പനികളിലെല്ലാം ഇങ്ങനെ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാറുണ്ട്. സോ അത് അപ്വർക്ക്, ഫൈവർ എന്നുള്ള സൈറ്റിൽ ജസ്റ്റ് സെർച്ച് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. തേർഡ് സൈഡ് ഹസിൽ എന്ന് പറയുന്നത് ഫ്രീലാൻസിങ് വിത്ത് AI അനാലിറ്റിക്സ്. ഇഫ് യു ആർ ഗുഡ് വിത്ത് numbers or enjoy analyzing data, freelancing with AI analytics could be for you. Companies today are overloaded with data and they need help making sense of it. AI powered tools like Google Analytics, HubSpot and even Excel plugins. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് കൂളായിട്ട്, അതായത് നമുക്ക് പെട്ടെന്ന്, അതായത് വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ഡാറ്റ അനലൈസ് ചെയ്യാൻ പറ്റും. അതായത് കസ്റ്റമറിൻ്റെ ബിഹേവിയർ, ഡാറ്റ യൂസ് ചെയ്തിട്ട് നമുക്ക് കസ്റ്റമറിൻ്റെ ബിഹേവിയർ മനസ്സിലാക്കാൻ പറ്റും. അതായത് നമുക്ക് നാട്ടിലല്ല എങ്ങനെയായാലും ലോക്കൽ ബിസിനസ് ഉണ്ടാവും, ചെറിയ ചെറിയ ബിസിനസ്, അവർക്ക് നമുക്ക് ഒരു കഫേ അങ്ങനെ, അതായത് ഫോർ എക്സാമ്പിൾ ഒരു ചെറിയ സ്മോൾ കോഫി ഷോപ്പ്, അവർക്ക് ഏത് സമയത്താണ് ഏറ്റവും കൂടുതൽ വിസിറ്റേഴ്സ് വരുന്നത് അവർക്കറിയണം. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത ടൂൾ യൂസ് ചെയ്തിട്ട് ഒരു പണിയുമില്ല, ജസ്റ്റ് വിത്ത് മിനിറ്റ്സ് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. ജസ്റ്റ് ആ ഒരു പ്രോംപ്റ്റ് മാത്രം കൊടുത്താൽ മതി. ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു ഹൈ ഡിമാൻഡ് ജോബാണ്, അതായത് എക്സ്പെഷ്യലി ഫോർ സ്മോൾ ബിസിനസ്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഈസ് ദാറ്റ് യു ഡോണ്ട് നീഡ് ടു ബി എ ഡാറ്റ സയൻറ്റിസ്റ്റ്. AI ടേക്സ് കെയർ ഓഫ് ദ ഹെവി ലിഫ്റ്റിംഗ്. പിന്നെ നാലാമത്തെ സൈഡ് ഹസിൽ എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് ആൻഡ് സെല്ലിംഗ് ഡിജിറ്റൽ പ്രൊഡക്ട്സ്. ഇതെന്ന് പറയുന്നത് ഒരു ഇൻകം സ്ട്രീം വേണ്ടവർ ചെയ്യേണ്ട ഒരു പാസീവ് ഇൻകം സ്ട്രീം. അതായത് നമ്മൾ വൺ ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ മതി, പിന്നെ അത് അതായത് ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ 3 ഇതും നമ്മൾ സർവീസ് ബേസ്ഡ് ആണ്, നമ്മൾ പണിയെടുക്കുക, പൈസ വെക്കുക, അങ്ങനത്തെ ഒരു സ്കീമാണ്. പക്ഷെ ഇതങ്ങനെയല്ല, നമ്മൾ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ലൈക്ക് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം.
നമ്മൾക്ക് ക്യാൻവയിലെ AI ഫ്യൂച്ചേഴ്സ് ഉപയോഗിച്ചിട്ട് ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, പ്രിന്റബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതേപോലെ ബുക്സ് ഇതൊക്കെ വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ എന്നിട്ട് ഈ ക്രിയേറ്റ് ചെയ്തതൊക്കെ എക്സി ഓർ ഗംറോഡ് ഇതിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യും. പണി കഴിഞ്ഞു, അത്രേ ഉള്ളൂ. പിന്നെ ബാക്കി കാര്യം അവർ നോക്കിക്കോളും. അവർ സെല് ചെയ്യും. പിന്നെ നിങ്ങൾ ഇതിന് പിന്നിൽ എക്സ്ട്രാ വർക്കിൽ ഇത് പിന്നെ ഈ സൈഡിലേക്ക് നോക്കിയേ വേണം. അതായത് നമ്മൾ സെല് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റാണ്. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഫോർ എക്സാമ്പിൾ ക്യാൻവയിൽ നമ്മൾ ഇങ്ങനെ ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അത് എക്സിലോ ഗംറോഡിൽ അപ്ലോഡ് ചെയ്തു. അത് അവർ സെല് ചെയ്ത് തരും, നമുക്ക് അതിൻ്റെ കമ്മീഷൻ തരും. അങ്ങനെ അതിൻ്റെ ഒരു സ്കീം. അഞ്ചാമത്തെ സൈഡ് ഹസിൽ എന്ന് പറയുന്നത് NFTs ആൻഡ് ഡിജിറ്റൽ ആർട്ട് വിത്ത് AI. അതായത് ഇത് പറയുന്ന ഒരു അഡ്വാൻസ്ഡ് ലെവൽ സെറ്റപ്പാണ്. ഇറ്റ്സ് ഹൈലി റിവാർഡഡ് ഇഫ് യു ആർ എ ക്രിയേറ്റീവ് ടൈപ്പ്. അതായത് നമ്മൾ കുറച്ച് ക്രിയേറ്റീവ് ടൈപ്പ്, നമുക്ക് കുറച്ച് ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ റിവാർഡ് കിട്ടും. അതായത് കിട്ടുന്നുണ്ടെങ്കിൽ നല്ല ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ കുറച്ച് ക്രിയേറ്റീവ് ആയിരിക്കണം. ഈ ഡാലി ഓർ ആർട്ട് ബ്രീഡർ ഈ ഒരു AI ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താക്കാൻ കഴിയും, യുണീക്ക് ആർട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് വിത്ത് ഫ്യൂ ക്ലിക്സ്, അതായത് വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് നമുക്കിത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദിസ് ആർട്ട് ക്യാൻ ബി സോൾഡ് ആസ് ഡിജിറ്റൽ ഡൗൺലോഡ്സ് ഓർ യു ക്യാൻ മെയിൻറ്റെയിൻ ഇറ്റ് ആസ് NFTs ഓൺ പ്ലാറ്റ്ഫോംസ് ലൈക്ക് OpenSea. അതായത് OpenSeaയിൽ NFTs സെല് ചെയ്യാൻ എൻ്റെ നോളജ് വെച്ചിട്ട് OpenSeaയിൽ NFTs സെല് ചെയ്യാൻ ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് സെല് ചെയ്യാൻ പറ്റും. ബാക്കി എല്ലാ ഇതിലും നമ്മൾ NFT സെല് ചെയ്യാൻ വെക്കണമെങ്കിൽ തന്നെ ആ പ്ലാറ്റ്ഫോമിന് ഒരു ചെറിയ ചാർജ് ഉണ്ടാവും. നമുക്കറിയാം ഇതൊരു കളക്റ്റിബിൾസ് ആണ്. ലൈക്ക് കുറേ തരം ആൾക്കാരുണ്ട്, കുറേ തരത്തിലുള്ള ക്രേസ് ഉള്ളവർ. ഫോർ എക്സാമ്പിൾ DQ, അതായത് ദുൽഖറിന് ഈ കാർ മിനിയേച്ചറോട് ഭയങ്കര ക്രേസാണ്. സോ ചങ്ങായിൻ്റെ അടുത്ത് കുറേ കാറിൻ്റെ മിനിയേച്ചറും പിന്നെ ടോയ് കാർസ് എല്ലാം ഉണ്ട്. അതേപോലെയാണ് ഈ ഡിജിറ്റൽ പ്രൊഡക്ട്സിനോട് ഓർ ഡിജിറ്റൽ ആർട്സിനോട് ക്രേസുള്ള കുറേ ആൾക്കാരുണ്ട്. സോ നമ്മളെ ഉണ്ടാക്കുന്ന ആർട്ട് യുണീക്ക് സ്റ്റൈലാണെങ്കിൽ അത് പർച്ചേസ് ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, നമുക്ക് കുറേ ഫോളോയിങ് ഉണ്ടാവും. നമ്മളെ ആ ഒരു ആർട്ട് ഫോളോ ചെയ്യും, നമ്മൾക്കൊരു ഫാൻ ബേസ് ഉള്ള പോലെ ഒരു ഇതുണ്ടാവും. ബട്ട് ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ NFT മാർക്കറ്റ് ഈസ് ഹൈലി വോളറ്റൈൽ. സോ നമ്മൾ പ്ലാൻ ചെയ്ത് നല്ലോണം റിസർച്ച് ചെയ്തിട്ട് തന്നെ ചെയ്യണം. ഏത് ഡിജിറ്റൽ ആർട്ട് അല്ലെങ്കിൽ ഏത് ആർട്ട് വർക്കാണ് പിന്നെ നല്ലോണം മൂവ് ആയിട്ടുള്ളത്, നല്ലോണം സെല്ലായി പോകുന്നത്, നല്ലോണം സെയിൽ നടക്കുന്നത്, ഏത് ആർട്ട് വർക്കാണെന്നുള്ളത് നമ്മൾ നല്ലോണം റിസർച്ച് ചെയ്യണം. സോ ഇതാണ് ഞാൻ പറഞ്ഞ 5 സൈഡ് ഹസിൽ. ആസ് എ സ്റ്റുഡൻറ്റ് നമുക്ക് പിന്നെ അധികം എഫേർട്ട് ഇല്ലാണ്ട് AIയുടെ ഹെൽപ്പോട് കൂടി ചെയ്യാൻ പറ്റുന്ന 5 സൈഡ് ഹസിൽ. AI എന്ന് പറയുന്നത് ജസ്റ്റ് ടെക് എക്സ്പേർട്ടിന് മാത്രമുള്ളതല്ല. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ ടെക് എക്സ്പേർട്സ് നോക്കും. നമുക്ക് AI ടൂൾ എന്നുള്ളത് നമുക്കുള്ളതാണ്. അതായത് ക്ലയൻസ്, അതായത് നമ്മളെ കോമൺ പീപ്പിൾസിനുള്ളതാണ് AI ടൂൾസ്. ഓക്കെ, ഇതേപോലത്തെ AI റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ മണി മേക്കിംഗ് ഓർ സൈഡ് ഹസിൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ അതേപോലെ ഇതിൽ ഏതെങ്കിലും സൈഡ് ഹസിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട്, അതായത് ഞാൻ ഈ പറഞ്ഞ സൈഡ് ഹസിലെല്ലാം ഓവർ ഡിസ്ക്രിപ്റ്റീവ് അല്ലാണ്ട് എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ലാണ്ട് ബേസിക് ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. സോ ഏതെങ്കിലും ഒരു സൈഡ് ഹസിൽ നിങ്ങൾക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ താല്പര്യം ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ ഞാൻ അതിൻ്റെ ഇനിയും സൈഡ് ഹസിൽ ഇഷ്ടം പോലെ ഉണ്ട് AI റിലേറ്റഡ് ആയിട്ടുള്ള AIയുടെ ഹെൽപ്പോടുകൂടി ചെയ്യാൻ പറ്റും. സോ ഇനി വരുന്ന ദിവസം ഞാനത് അപ്ലോഡ് ചെയ്യും. സോ